ഭഗവതേ വാസുദേവായ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് 27ാം ദശകമാണ് ആരംഭിക്കുന്നത്. ഈ അടുത്ത 2 ദശകങ്ങളിൽ പാലാഴി മഥനമാണ് നമ്മൾ വിവരിക്കുന്നത്. നോക്കാം. 1-ാമത്തെ ശ്ലോകം. ദുർവാസ സുരവൈരാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്രപ്രതിമുദിതേ ശശാപശക്രം കാക്ഷാന്തിസ്ത്വദിതരദേവതാംശ ജാനം. ശ്രീ പരമേശ്വരന്റെ അംശഭൂതനായ ദുർവാസാവ് മഹർഷിക്ക് ഒരു ദേവസ്ത്രീ ദിവ്യമായ ഒരു മാല സമ്മാനിച്ചു. ആ മാല ധരിക്കാൻ ദേവേന്ദ്രനാണ് യോഗ്യൻ എന്ന് കരുതി ദുർവാസാവ് ആ മാല ഇന്ദ്രന് ദാനം ചെയ്തു. ഇന്ദ്രനാകട്ടെ ആ മാല തൻ്റെ ആനയുടെ ശിരസിൽ ചുടിച്ചു. മാലയിലെ പുഷ്പങ്ങളുടെ മണം കൊണ്ട് പറന്നടുത്ത വണ്ടുകളുടെ ശബ്ദം മൂലം അസ്വസ്ഥനായ ആന മാലയെ തറയിലിട്ട് ചവിട്ടിയരച്ചു. ഇത് കണ്ട ദുർവാസാവ് കോപിഷ്ഠനായി ദേവന്മാരെ അദ്ദേഹം ശപിച്ചു. എന്താണ് ശാപം? നിങ്ങൾക്ക് ജരാനരകൾ ബാധിക്കട്ടെ, എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ നശിച്ചു പോകട്ടെ. ഇതാണ് ദുർവാസാവ് നൽകിയ ശാപം. ദുർവാസ സുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്രപ്രതിമുദിതേ ശശാപശക്രം കാക്ഷാന്തിസ്ത്വദിതര ദേവതാംശ ജാനം. ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണിന്ന്. ശാപേന പ്രതിതജരേത നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു സർവാദ്യ കമലജമേത്യ സർവദേവാക നിർവാണപ്രഭവ സമം ഭവന്തമാബുഹു. ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ പരാജിതരായിരിക്കുന്ന കാലത്താണ് ഈ സംഭവം. അങ്ങനെ ശാപത്തിന്റെ ശക്തിയാൽ ഇന്ദ്രൻ ജരബാധിച്ചവനായി. ദേവന്മാർ അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ട് നിഷ്പ്രഭരുമായി. ഈ സ്ഥിതിയിൽ എല്ലാ ദേവന്മാരും ബ്രഹ്മാവിനോടും ശിവനോടും കൂടി നിർവാണപ്രഭവമായ വിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ശാപേന പ്രതിതജരേത നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമലജമേത്യ സർവദേവാഃ നിർവാണപ്രഭവ സമം ഭവന്തമാബുഹു. ഇന്ന് 27ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. ബ്രഹ്മാദ്യൈ സ്തുത മഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദപുര പരേണ ധാമ്നാ ഹേ ദേവാ ദിദിജകുലേർവിദായ സന്ധിം പീയൂഷം പരിമത
തേതി പര്യശാസ്ത്വം. ബ്രഹ്മാദികൾ ഭഗവാന്റെ മഹിമകളെ എണ്ണിപ്പറഞ്ഞ് സ്തുതിച്ചു. ഭഗവാനാണെങ്കിലോ സ്തുതി കേൾക്കുന്നതിൽ വളരെ തൃപ്തനായി വരും. വരദാനം സ്വഭാവമുള്ള അദ്ദേഹം സ്തോത്രം കൊണ്ട് പ്രീതനായി സർവശ്രേഷ്ഠമായ തേജസ്സോടെ അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. ദേവകൾക്ക് വന്നുകൂടിയിട്ടുള്ള ഈ ആപത്തിന് പരിഹാരം അമൃത് സേവിക്കലാണ്. ക്ഷീരസാഗരം കടഞ്ഞ് അമൃത് എടുക്കുന്നത് അശക്തരായ ദേവന്മാർക്ക് മാത്രം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈത്യന്മാരുമായി സന്ധി ചെയ്ത് നിങ്ങൾ ഒരുമിച്ച് പാലാഴി കടഞ്ഞ് അമൃത് നേടുക എന്ന് ഭഗവാൻ ദേവന്മാരെ ഉപദേശിച്ചു. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദ പുരപ്പരേണ ധാമ്നാ ഹേ ദേവാ ദിദിജകുലേർവിധായ സന്ധ്യം പീയൂഷം പരിമതദേതി പര്യശാസ്ത്വം. ഇന്ന് 27-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. സന്താനം കൃതവതി ദാനവൈസുരൗകേ മന്ദാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദര വിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ വയപ്പയോദൗ. അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ സന്ധി ചെയ്തു. ഇരുകൂട്ടരും ചേർന്ന് പാലാഴി കടയാൻ ഒരുങ്ങി. ഇത്രയും വലിയ സമുദ്രം എങ്ങനെയാണ് കടയുന്നത്? നമ്മൾ സാധാരണ ഒരു പാത്രത്തില് തൈര് കടയുന്നത് പോലെ അല്ലല്ലോ. പാലാഴി കടയാനുള്ള കടകോലായി മന്ദരപർവ്വതത്തെയാണ് അവർ തിരഞ്ഞെടുത്തത്. ദേവാസുരന്മാർ ഒരുമിച്ച് മന്ദരപർവ്വതത്തെ കൊണ്ടുവരാനുള്ള ശ്രമമായി. പക്ഷേ പർവ്വതരാജൻ അവരുടെ പിടിയിൽ നിന്നും വഴുതി ഭൂമിയിൽ പതിച്ചു. അഹങ്കാരികളായ അവർക്ക് പർവ്വതത്തെ ഉയർത്താൻ കഴിയാതെ നിൽക്കവേ ഭഗവാൻ ഗരുഡാരൂഢനായി അവിടെ എത്തി. ഒരു ലന്തപ്പഴത്തെ എന്ന പോലെ മന്ദരപർവ്വതത്തെ ഗരുഡന്റെ പുറത്തെടുത്തു വെച്ചു. ഗരുഡൻ ഭഗവാനെ പാലാഴിയിൽ എത്തിച്ചു. പർവ്വതത്തെ വേണ്ട രീതിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. സന്താനം കൃതവതി ദാനവൈസുരോകേ മന്ദാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദര ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേൻ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോതോ. ഇന്ന് 27-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ്. ആദായ ദ്രുതമഥ വാസുകിം വരത്രാം പാദോദൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനമിതൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ ഗരോ സുരാരീം. പ്രപഞ്ചത്തിലുള്ള സകല ഔഷധികളുടെയും ജീവികളുടെയും ബീജങ്ങൾ ദേവാസുരന്മാർ പാലാഴിയിലിട്ടു. മന്ദര പർവ്വതത്തെ മത്താക്കി വാസുകി എന്ന സർപ്പത്തെ കയറുമാക്കി. അവർ ഇരുഭാഗങ്ങളിലായി നിന്ന് പാലാഴി കടയാൻ തുടങ്ങി. അപ്പോൾ
ഒരു കപടതന്ത്രം ഭഗവാൻ പ്രയോഗിച്ചു. എന്താണത്? ഭഗവാൻ ദേവന്മാരോടൊപ്പം വാസുകിയുടെ ശിരസിന്റെ ഭാഗത്ത് നിലയുറപ്പിച്ചു. അസുരന്മാർ വാലിന്റെ ഭാഗത്ത്. അസുരന്മാർക്ക് ഇത് തങ്ങളെ അപമാനിച്ചതായി തോന്നി. തങ്ങൾക്ക് തലഭാഗം വേണമെന്ന് അവർ വാശി പിടിച്ചു. ഭഗവാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. അങ്ങനെ ദേവന്മാർ വാസുകിയുടെ വാൽഭാഗത്തും അസുരന്മാർ തലയുടെ ഭാഗത്തു നിന്ന് പാലാഴി കടയാൻ തുടങ്ങി. കടയുമ്പോൾ ഉള്ള മർദ്ദവേഗത്തിൽ ശിരസ്സുകളിൽ നിന്ന് വിഷം പുറപ്പെടുമെന്ന് ഭഗവാൻ അറിയാം. ദേവന്മാരെ അതിൽ നിന്നും രക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായത്. ഭഗവാൻ എപ്പോഴും ഭക്തന്മാരുടെ കൂടെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ദേവന്മാർ എന്ത് കഷ്ടം ഉണ്ടായാലും ചെന്ന് ശരണം പ്രാപിക്കുന്ന ആരെയാണ്? ഭഗവാൻ വിഷ്ണുവിനെയാണ്. അപ്പം അതുകൊണ്ടാണ് അവരോടൊരു പ്രത്യേക പ്രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാനായിട്ട് കഴിയും. ആചായദ്രുതമഥ വാസുകിം വരത്രാം പാതോതൗ വിനീത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിദൗ സുരാസുരൈസ്തേർ വ്യാജാത്വം ഭുജഗമുഖേ കരോ സുരാരീൻ. ഇന്ന് 27-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ്. ശുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷി പ്രാണൈഷി കമഠതനും കഠോരപൃഷ്ടം. അസുരന്മാർ വാസുകിയുടെ തലയ്ക്കലും ദേവന്മാർ വാൽഭാഗത്ത് നിന്ന് ആഞ്ഞ് വലിക്കുകയാണ്. വലിക്കുകയും ചെയ്യും, വിടുകയും ചെയ്യും, അല്ലേ? നമ്മൾ തൈര് കടയുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ അങ്ങനെ ആയപ്പോൾ പാലാഴി അങ്ങ് ഇളകി കലങ്ങി. സ്വതവേ തന്നെ നല്ല ഭാരമുള്ള മന്ദരപർവ്വതം 2 വശത്തേക്കും ശക്തിയായി ചലിച്ചപ്പോൾ അത് സമുദ്രാന്തർഭാഗത്തേക്ക് ഊർന്നിറങ്ങാൻ തുടങ്ങി. ദേവന്മാർ ദുഃഖിതരായി. അവർക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹമുള്ള ഭഗവാൻ കടുപ്പമേറിയ പുറംഭാഗത്തോടു കൂടിയ ആമയുടെ രൂപം പ്രാപിച്ചു. കൂർമാവതാരം. ശുദ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദോ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷി പ്രാണൈഷി കമഠതനും കഠോരപൃഷ്ടം. ഇന്ന് 27-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണ്. വജ്രാതിസ്ഥിരതര കർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന ഭക്ഷ്മണാത്വം നിർമഗ്നം സ്ഥിതിതരനാദം ഉന്നിനേധ. വിഷ്ണു ഭഗവാൻ വജ്രത്തേക്കാൾ കടുപ്പമുള്ളതും വിസ്താരം കൊണ്ട് 1,00,000 യോജനയിലധികമുള്ളതും സമുദ്രത്തിന്റെ ആഴത്തിലെത്തിയതുമായ കൂർമ്മത്തിന്റെ ശരീരം കൊണ്ട് താണുപോയ മന്ദരപർവ്വതത്തെ ഉയർത്തി. അതായത് വജ്രത്തേക്കാൾ കടുപ്പമുള്ള പുറംതോടുള്ള ആമ,
അത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് മന്ദരപർവ്വതം താണു പോവാണല്ലോ. അപ്പോൾ ആ താണുപോയ മന്ദരപർവ്വതത്തെ അങ്ങ് ഉയർത്തി. വജ്രാതിസ്ഥിരതരകർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന ഭസ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേത. ഇന്ന് 27-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണ്. ഉന്മഗ്നേ ചെടിതി തദാധരാധരേന്ദ്രേ നിർമേധുർ ദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യ ദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീ വൃഥസ്ഥാൻ. അങ്ങനെ പർവ്വതരാജൻ ഈ ആമയുടെ പുറത്ത് നിന്നും പൊന്തി വന്നു, സമുദ്രത്തിൽ നിന്നും പൊന്തി വന്നു. അടിയിൽ ആമ ഇങ്ങനെ പൊന്തിച്ചു വിടുകയാണ്. എല്ലാവരും വർദ്ധിച്ച മതത്തോടെ മഥനം ചെയ്തു, വീണ്ടും കാര്യമായിട്ട് മഥനം ചെയ്തു. പാരാഴി നിന്ദ്രുവടി 2 സംഘങ്ങളിലും സർപ്പരാജനിലും ആവേശിച്ച് അവരുടെ വിവശതയെ ശമിപ്പിച്ചിട്ട് അവരെ വർദ്ധിപ്പിച്ചു. അവരുടെ വീര്യമെല്ലാം കൂട്ടി. അവർ വർദ്ധിച്ച ആഹ്ലാദത്തോടുകൂടി വീണ്ടും ശക്തിയായി കടയുവാൻ തുടങ്ങി. അപ്പൊ എല്ലാറ്റിനും അവരുടെ മാത്രം ശക്തിയല്ല അവിടെ വരുന്നത്, ഭഗവാന്റെ കൂടി ശക്തി അവിടെ ഉണ്ടായപ്പോഴാണ് കറക്റ്റായിട്ട് അല്ലേ പാലാഴി കടയാൻ സാധിച്ചത്. ഉന്മഗ്നേ ചെടിതി തദാധരാധരേന്ദ്രേ നിർമേതുർ ദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യ ദ്വിതയഗണ്യേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവീവൃതസ്ഥാൻ. ഇന്ന് 27-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. ഉദ്ദാമ ഭ്രമണ ജവോന്നമഗിരീന്ദ്ര നസ്തൈകസ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനനവു യുവാത്ത പുഷ്പവർഷാഃ. ദേവന്മാരും അസുരന്മാരും വാസുകിയുടെ ബാലിന്റെ ഭാഗത്തും തലയുടെ ഭാഗത്തും നിന്ന് ശക്തിയോടെ വലിച്ചു കടയാൻ തുടങ്ങിയപ്പോൾ മന്ദരം അതിവേഗത്തിൽ ചുറ്റിത്തിരിഞ്ഞു. ഭ്രമണവേഗം കൊണ്ട് പർവ്വതം മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ ഭഗവാൻ പർവ്വതാകാരമായ ശരീരമുള്ളവനായി വളർന്ന് ഒരു കൈ പർവ്വതത്തിന് മുകളിൽ വെച്ചു. അപ്പോൾ മന്ദരത്തിന്റെ മുകളിലേക്കുള്ള ഗതി മാറി സ്ഥിരമായ ഭ്രമണം പർവ്വതത്തിനുണ്ടായി. ഇത് കണ്ട് സന്തോഷപരവശരായ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അല്ലേ, അടിയിൽ നിന്ന് പൊന്തിച്ചപ്പോൾ നേരെ പൊന്തി പൊന്തി പോയി മന്ദരപർവ്വതം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? താൻ വലിയ ആകാരം സ്വീകരിച്ചുകൊണ്ട് മുകളിൽ പർവ്വതത്തിന് മുകളിലും ഒന്നമർത്തി കൊടുത്തു. അപ്പോൾ വളരെ ശരിയായ രീതിയിൽ കടയാനായിട്ട് മന്ദരപർവ്വതം നിന്നുകൊടുത്തു. ഉദ്ദാമഭ്രമണജമുന്നമദ്ഗിരീന്ദ്ര ന്യസ്തൈകസ്ഥിരതര ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനനുവു യുവാത്ത പുഷ്പവർഷാഃ. ഇന്ന്
27-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകമാണ്. ദൈത്യോകേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശ കുലേപി കിഞ്ചിദാർത്തേ കാരുണ്യത്തവ കില ദേവ വാരിവാഹാ പ്രാപർഷന്നമരഗണാൻ ന ദൈത്യ സംഘാൻ. ദേവാസുരന്മാർ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കടഞ്ഞപ്പോൾ വാസുകിയുടെ സന്ധിബന്ധങ്ങളായിന് സർപ്പരാജൻ വിവശനായി. വാസുകിയുടെ 1000 മുഖങ്ങളിൽ നിന്ന് വിഷം കലർന്ന വായു പുറപ്പെട്ടു. അതേറ്റ് ദൈത്യന്മാർ പരവശരായി. അല്ലേ, ദൈത്യന്മാര് വാസുകിയുടെ തലഭാഗത്താണ് നിൽക്കുന്നത്. വാലറ്റത്ത് പിടിച്ചിരുന്ന ദേവന്മാരെയും ഇത് ബാധിച്ചു. എന്നാൽ ഭഗവാന്റെ കാരുണ്യത്താൽ മേഘങ്ങൾ ദേവന്മാരുടെ മേൽ മഴ പെയ്ച്ചു. മഴയേറ്റപ്പോൾ ദേവന്മാരുടെ താപം കുറഞ്ഞു. അസുരന്മാരുടെ ഭാഗത്ത് മഴ പെയ്തതുമില്ല. ദുരഭിമാനികളായ അവർ കുറച്ച് അനുഭവിക്കട്ടെ എന്നാവാം ഭഗവാൻ കരുതിയത്. ദൈത്യൗഖേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേപി കിഞ്ചിദാർത്തേ കാരുണ്യത്തവ കില ദേവ വാരിവാഹാ പ്രാപർഷന്നമരഗണാൻ ന ദൈത്യസംഘാൻ. ഇന്ന് 27-ാം ദശകത്തിലെ 11-ാമത്തെ ശ്ലോകമാണ്. ഉദ്ഭ്രാമ്യത് ബഹുതിമിനക്രചക്രവാളേ തത്രാപ്തൗ ചിരമതിതോപി നിർവികാരേ ഏകസ്ത്വം കലയുഗകൃഷ്ട സർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹിരോഗാത്. അങ്ങനെ ദേവാസുരന്മാർ ഒരുമിച്ച് പാലാഴി കടഞ്ഞിട്ടും ജലജീവികളായ തിമികളും നക്രങ്ങളും പേടിച്ച് മുകളിലേക്ക് ഉയർന്ന് ചുറ്റിത്തിരിഞ്ഞതല്ലാതെ കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? ഭഗവാൻ ഒറ്റയ്ക്ക് 2 കൈകൾ കൊണ്ട് വാസുകിയുടെ തലയും വാലും പിടിച്ച് കടയാൻ തുടങ്ങി. അപ്രകാരം ശോഭിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. വളരെ കഷ്ടപ്പാടുണ്ടല്ലേ പാലാഴി കടയാനായിട്ട്. ഉദ്ഭ്രാമ്യത് ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ദൗ ചിരമതിതോപി ചിരമതിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ട സർപ്പരാജഃ സംരാജൻ പവനപുരേശ പാഹിരോഗാത്.